ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ അയില മീൻകറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ മീൻകറിക്ക് ടേസ്റ്റ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ആ കടുക് പൊട്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, കറിവേപ്പില 3-4 തണ്ടെടുത്തിട്ടുണ്ട്, പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നമുക്ക് എത്രത്തോളം ചേർക്കുക അത്രത്തോളം ചേർത്താലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ 4 മീഡിയം ടൈപ്പിലുള്ള അയില മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 2 ചെറിയ ടൊമാറ്റോ തന്നെ ധാരാളം മതി. അപ്പോൾ ഇത് നല്ല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ടൊമാറ്റോ നല്ല വേവണം. നല്ല വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതേപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന് ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുടംപുളി കുറച്ച് ചേർക്കാവുള്ളൂ. കുടംപുളി നമ്മൾ 1 കഷ്ണമോ 2 കഷ്ണമൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട, കാരണം നമ്മൾ എടുക്കുന്നത് 4 മീഡിയം ടൈപ്പിലുള്ള അയിലയാണ് എടുക്കുന്നത്. പിന്നെ 2 ടൊമാറ്റോ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കഷ്ണം കുടംപുളി തന്നെ ധാരാളമാണ്. അത് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി അതേപോലെ 1 ടീസ്പൂൺ ചേർത്താൽ മതി മല്ലിപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ പൊടിച്ച് അല്ലെങ്കിൽ അല്ലാതുള്ള ഉലുവയായാലും നമുക്ക് കടുക് വറുക്കാൻ നേരം അതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയേ. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ല ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണേ. അപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ദേ ഇവിടെ നമ്മുടെ ചാറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴേ നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു അയില ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറി ഇവിടെ ആയിട്ടുണ്ട്. നല്ല തിളച്ച് പറ്റി. ഞാൻ വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത്, അത് ഏതൊരു കറിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് കറിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ ആരും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ.